നമുക്കൊക്കെ മക്കളെ കൊണ്ട് ദുനിയാവും ആഖിറവും വിജയിക്കുന്നവരിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്നാൽ ഇന്നത്തെ കാലത്ത് മക്കൾക്ക് അങ്ങോട്ട് സ്നേഹമുള്ള കാലത്ത് ഉമ്മമാര് സ്നേഹത്തിന്റെ ഇടയിൽ വേർതിരിവ് കാണിക്കുന്ന ഒരു കാലഘട്ടമാണ്. എന്തേ കാരണം? ഈ ലോകത്തിന് ഒരന്ത്യം സംഭവിക്കൂല, ഈ ലോകം അവസാനിക്കൂല. ഏതുവരെ? ഹത്താ തുൻസഉർ റഹ്മതു മിനൽ ഖുലൂബ്. അല്ലാഹുവിന്റെ റസൂൽ പറയാണ്, ലോകാന്ത്യത്തിന്റെ അടയാളം നിങ്ങൾക്കറിയുമോ? തുൻസഉർ റഹ്മതു മിനൽ ഖുലൂബ്. ആളുകളുടെ ഖൽബിൽ നിന്ന് പടച്ച തമ്പുരാൻ കാരുണ്യത്തെ അല്ലാഹു ഉയർത്തിക്കളയുമെന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ. ആളുകളുടെ ഖൽബിൽ നിന്ന് കാരുണ്യം, അതിന്റെ തെളിനീര് വെളിച്ചം ആളുകളുടെ ഹൃദയത്തിൽ നിന്ന് കെട്ടുപോകുമ്പോൾ അന്ത്യനാളിനെ നിങ്ങൾ ഇത് പ്രതീക്ഷിച്ചു കൊള്ളണമെന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആളുകളുടെ ഖൽബില് കാരുണ്യം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഉമ്മാക്ക് മകനോടും മകനിക്ക് ഉമ്മയോടും കമ്മിറ്റ്മെന്റുകൾ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. 3 മക്കളുണ്ടെങ്കിൽ ഉമ്മമാര് 3 മക്കളെയും 3 രൂപത്തിൽ കാണുന്ന ഒരു കാലഘട്ടം. ഉമ്മാടെ ഗർഭാശയം നിങ്ങൾക്ക് അറിയില്ലേ? ഗർഭാശയം, ഉമ്മാടെ ഗർഭാശയം. ഗർഭാശയത്തിന് അറബിയിൽ പറയുന്ന റഹിമ് എന്നാണ്. ഗർഭാശയത്തിന് അറബി പറയുന്ന റഹിമ് എന്നാണ്. റഹിമ് എന്ന് പറഞ്ഞാൽ ഗർഭാശയം. ആ റഹിമ് എന്ന ഗർഭാശയം ഉൾക്കൊള്ളുന്നത് നമ്മുടെ ഉമ്മാടെ വയറ്റത്താണ്. അത്രയും കാരുണ്യത്തിന്റെ കടലായ ഉമ്മമാര് സ്വന്തം മക്കൾക്കിടയിൽ വേർതിരിവ് കാണിക്കുന്നു. എന്നോട് ഒരാൾ സങ്കടം പറഞ്ഞതാ, എന്റെ മുമ്പിൽ വന്ന ഒരാൾ സങ്കടം പറഞ്ഞതാ. ഉമ്മ മൂത്ത മകന്റെ കൂടെ കൂലിപ്പണിയെടുത്ത് ഉമ്മാക്ക് ഡെയിലി 300 രൂപ ഗുളികക്ക് വേണം. എല്ലാ ദിവസവും ഉമ്മാടെ ഗുളികയും മരുന്നും ഈ മൂത്ത മകനാണ് വാങ്ങിക്കൊടുക്കുന്നത്. എന്നാൽ ഇളയ മകൻ അവൻ ഗൾഫിലാണ്. 2 വർഷം കൂടി ഇരിക്കുമ്പോൾ ഉമ്മാക്കൊരു പുള്ളിത്തുണിയും ഒരു പുള്ളിക്കുപ്പായവും കൊണ്ടുവരും, പിന്നെ ഒരു ടൈഗർ ബാം കൊണ്ടുവരും. ഇത് 3ഉം കൊടുത്തുകൊണ്ട് അവനും പെണ്ണും പിള്ളയും കൂടെ തിരിച്ചൊരു പോക്ക് പോകും. 300 രൂപയുടെ ഗുളിക ഡെയിലി ഉമ്മാക്ക് മേടിച്ചു കൊടുക്കുന്നവൻ അവനിക്കോ അവന്റെ ഭാര്യക്കോ അവന്റെ മക്കൾക്കോ യാതൊരു വിലയുമില്ല. ഈ ടൈഗർ ബാം ഇടക്കിടക്ക് തേക്കുമ്പോൾ 2 കൊല്ലം മുമ്പ് ഇവിടെ വന്ന് മടങ്ങിപ്പോയ മകന്റെ പോരിശ ഉമ്മ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പോയിട്ട് 2 വർഷമായി, അടുത്ത 2 വർഷം വരുന്നവരെ ഈ ഇളയ മകന്റെ പോരിശ ഉമ്മ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഉമ്മമാര് സ്വന്തം മക്കൾക്കിടയിൽ വേർതിരിവ് കാണിക്കുന്ന ഉമ്മമാരെ, നിങ്ങൾ അല്ലാഹനെ സൂക്ഷിച്ചു കൊള്ളണേ. മക്കൾക്കിടയിൽ വേർതിരിവ് കാണിക്കുന്നവർ അവർക്ക് ശാശ്വതമായ നരകമാണെന്നല്ലേ ഹബീബായ തങ്ങൾ നമ്മെ പഠിപ്പിച്ചത്. മക്കൾക്കിടയിൽ വേർതിരിവ് കാണിക്കാൻ പാടില്ല. എല്ലാം നമ്മുടെ മക്കളെയാണ്, നമ്മുടെ ചോരയിൽ നിന്നുണ്ടായവരാണ്. ഒരാൾക്ക് കൊടുക്കുന്നു, മറ്റൊരാൾക്ക് കുറക്കുന്നു, മറ്റൊരാൾക്ക് കുറക്കുന്നു, മറ്റൊരാൾക്ക് കൂട്ടുന്നു. ഒരാളുടെ മക്കളോട് വല്ലാത്ത സ്നേഹം, മറ്റൊരാളുടെ മക്കളോട് തീരെ തന്നെ താല്പര്യമില്ലാതെ അവരെ അവഗണിച്ച് കളയുകയാണ്. ഒരാളുടെ ഭാര്യയോട് ഉമ്മാക്ക് വല്ലാത്ത സ്നേഹം, മറ്റൊരാളുടെ ഭാര്യയെ കണ്ണെടുത്താൽ ഉമ്മാക്ക് കണ്ടൂടാ എന്ന പരുവത്തിൽ മക്കൾക്കിടയിൽ, മരുമക്കൾക്കിടയിൽ, ചെറുമക്കൾക്കിടയിൽ വേർതിരിവ് ഉമ്മ കാണിച്ചു പോകല്ലേ. എല്ലാം നമ്മുടെ മക്കളാണ് ഉമ്മ. നമ്മൾ സ്നേഹത്തെ നിന്നാൽ, നമ്മൾ മരിച്ചു പോയാൽ ഈ ചെറുമക്കളല്ലേ, മരുമക്കളല്ലേ നമുക്ക് വേണ്ടി ദുആ ചെയ്യാനുള്ളത്. പ്രായാധിക്യം വന്ന് കിടന്ന കിടപ്പിൽ കിടന്ന് പ്രാഥമിക കാര്യങ്ങൾ നിർവഹിക്കേണ്ടി വരുമ്പോൾ നമ്മുടെ മലവും മൂത്രവും കോരേണ്ടി വരുന്നത് ഈ മരുമക്കളല്ലേ, നമ്മുടെ മക്കളല്ലേ. നമ്മൾ ഈ ദുനിയാവിൽ നിന്ന് വിട പറയുമ്പോൾ എത്ര ദേഷ്യമുണ്ടെങ്കിലും നമുക്കൊരു യാസീൻ ആ മരുമോൾ ഓതിത്തരില്ലേ? നമ്മൾ ആ ഖബറിൽ കിടക്കുമ്പോൾ നമ്മുടെ മക്കളോടൊപ്പം ഈ ചെറുമക്കളും വന്ന് കുഞ്ഞിളം നാവുകൊണ്ട് ആമീൻ ആമീൻ എന്ന് ആ കുഞ്ഞു കുട്ടികളും പറയില്ലേ ഉമ്മാ? അതുകൊണ്ട് മക്കൾക്കിടയിൽ ഒരിക്കലും വേർതിരിവ് കാണിക്കല്ലേ ഉമ്മാ. മക്കൾക്കിടയിൽ നിങ്ങൾ വേർതിരിവ് കാണിക്കല്ലേ ഉമ്മാ. ഖബറിൽ കിടക്കാൻ പറ്റൂല കേട്ടോ, ഖബറിൽ കിടക്കാൻ പറ്റൂല. പടച്ച തമ്പുരാന്റെ മുമ്പിൽ പോയി നിൽക്കാൻ കഴിയൂല. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. നമ്മുടെ കുടുംബങ്ങളിൽ പടച്ച തമ്പുരാൻ സന്തോഷവും സമാധാനവും റാഹത്തും നൽകുമാറാകട്ടെ. അങ്ങനെ ആരെങ്കിലുമൊക്കെ അത്തരം സ്വഭാവം ഉള്ളവർ ഈ സദസ്സിലുണ്ടെങ്കിൽ ഈ വാഴ് കഴിയുമ്പം
പടച്ചവനെ ഞാനിനി അങ്ങനെ ഒരിക്കലും എന്റെ മക്കളോട് കാണിക്കൂല എന്ന് ഖൽബിൽ ദൃഢനിശ്ചയം ചെയ്യണം. ഇല്ലെങ്കിൽ നമ്മുടെ ആഖിറം പോക്കാണ്. നമ്മുടെ ഉമ്മയും വാപ്പയും പോയ വഴിയിൽ നമ്മൾ പോകുമെന്നുള്ളതല്ലാതെ ഉമ്മയും വാപ്പയും കേറിപ്പോയ ആ വഴിയിലൂടെ നമ്മൾ സഞ്ചരിക്കൂല. ആ വഴിയിലൂടെ നമുക്ക് സഞ്ചരിക്കാൻ കഴിയൂല. പരലോകം നാശത്തിലായി പോകും. അതുകൊണ്ട് പ്രിയമുള്ള ഉമ്മമാരെ, നമ്മള് മക്കൾക്കിടയിൽ വേർതിരിവ് കാണിക്കാതെ, കാരുണ്യമില്ലാതെ, റഹ്മത്തില്ലാത്ത സ്വഭാവം നമ്മളിൽ നിന്നുണ്ടാകാൻ പാടില്ല. പടച്ച തമ്പുരാൻ നമ്മുടെ കുടുംബ ജീവിതത്തിൽ വലിയ ഖൈർ നൽകുമാറാകട്ടെ. പ്രിയമുള്ള സഹോദരന്മാരെ, രണ്ടാമത്തെ കാര്യം ഞാൻ പറഞ്ഞു, നമ്മുടെ ഈമാൻ നഷ്ടപ്പെടുന്ന കാര്യം അത് ലജ്ജയില്ലായ്മയാണ്. ലജ്ജയില്ലാത്തവരെ ഖൽബിൽ ഈമാൻ ഉണ്ടാകൂല. ഈമാൻ ഉണ്ടാകാതെ വരുമ്പോൾ തികച്ചും അവരിൽ നിന്ന് അധാർമികമായ പ്രവർത്തനങ്ങളാണ് പ്രത്യക്ഷമായി നമുക്ക് കാണാൻ കഴിയുന്നത്. മക്കളെ കണ്ടിട്ട് വാപ്പമാരിങ്ങനെ പറയും, പടച്ചവനെ ഒന്ന് മരിച്ചാ മതിയായിരുന്നു എന്നിങ്ങനെ പറയും. നബിതങ്ങൾ പറയാത്ത ഒരു കാര്യം ഇന്ന് ദുനിയാവി നടന്നിട്ടില്ല. വാപ്പമാരെ, ദുനിയാവി നടന്നിട്ടില്ല. ചില ആളുകളൊക്കെ പറയും, മക്കളുടെ തോന്നിയാസം കണ്ടിട്ട് മരിച്ചാ മതിയായിരുന്നു. വാപ്പാടെ നേരെ കൈ കൊണ്ടിപ്പം വാപ്പ ഇങ്ങനെ ഏറ്റവും അടുത്ത ആളുകളോട് പറയും, ഒന്ന് മരിച്ചാ മതിയായിരുന്നു. ഈ കാലമൊക്കെ അല്ലാഹുവിന്റെ റസൂൽ വരച്ചു കാണിച്ചതാണ്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഫബത്തുനുൽ അർളി ഖൈറും മിൻ ലഹ്രിഹാ. ഒരു കാലം വരും പെരുമാതുറക്കാരെ, ഒരു കാലം വരും ബത്തുനുൽ അർള്, ഭൂമിക്ക് മുകളിൽ ജീവിക്കുന്നതിനേക്കാൾ നല്ലത് ഖൈറും മിൻ ലഹ്രിഹാ. ഭൂമിക്ക് മുകളിൽ ജീവിക്കുന്നതിനേക്കാൾ ഖൈറ് ഖബറിൽ കിടക്കുന്നതാണ്. നമ്മളിവിടെ ഇപ്പൊ ദുനിയാവിൽ ഭൂമിയുടെ മുകളിലാണല്ലോ ജീവിക്കുന്നത്. നമ്മൾ കുറച്ചു കാലം കഴിയുമ്പോൾ നമ്മളൊന്നും ഉണ്ടാവില്ല. നമ്മുടെ മക്കളും ചെറുമക്കളൊക്കെ അവരെ മക്കളെ ഓർത്തുകൊണ്ട് പറയും, ഭൂമിയിൽ ജീവിക്കുന്നതിനേക്കാൾ നല്ലത് ഖബറിൽ ഇറങ്ങിക്കിടക്കുന്നതാണ് നല്ലത് എന്ന് മനുഷ്യർ പറയുന്നൊരു കാലഘട്ടം വരുമെന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ. അല്ലാഹു നമ്മുടെ മക്കളെയൊക്കെ നന്നാക്കി തരുമാറാകട്ടെ. എന്തേ കാരണം? ലാ തഖൂമുസ്സാ, അന്ത്യനാള് വരൂല, ലോകം അവസാനിക്കൂല. എന്തേ? ഹത്താ യമുറ റജുലു ബിഖബരി റജുൽ, ഒരാള് മറ്റൊരാളെ ഖബറിന്റെ ചാരത്തുകൂടി ഇങ്ങനെ നടന്നു പോകുമ്പോൾ, ഒരാള് വേറൊരാളുടെ ഖബറിന്റെ അടുത്തുകൂടി ഇങ്ങനെ നടന്നു പോവാണ്. അപ്പൊ ഒരാൾ പറയുകയാണ്, യാ ലൈതനി മക്കാനഹു. വാപ്പാടെ ഖബറിന്റെ ചാരത്തുകൂടി മകൻ നടന്നു പോകുമ്പോൾ, വാപ്പാടെ ഖബറിന്റെ ചാരത്തുകൂടി മകൻ നടന്നു പോകുമ്പോൾ അവൻ ഇങ്ങനെ വാപ്പാടെ ഖബറിലേക്ക് നോക്കിയിട്ട് പറയോ, യാ ലൈതനി മക്കാനഹു. വാപ്പാ, ഈ ഖബറിൽ കിടക്കുന്ന നിങ്ങളൊക്കെ എത്ര സൗഭാഗ്യവാന്മാരാണ്. വാപ്പാടെ ഖബറിന്റെ അടുത്ത് നിന്നുകൊണ്ട് മക്കള് കണ്ണ് നിറഞ്ഞിട്ട് പറയും, പടച്ചവനെ, എന്റെ പൊന്നു വാപ്പാ, നിങ്ങളൊക്കെ എത്ര ഭാഗ്യവാന്മാരാ, നിങ്ങളൊക്കെ എത്ര ഭാഗ്യം ചെന്നവരാണ്. ഈ ഖബറിൽ വാപ്പാ, ഈ ഖബറിൽ ഞാനായിരുന്നു എങ്കിൽ എത്ര കൊള്ളാമായിരുന്നു. കാരണം എന്തേ? മക്കളെ കൊണ്ട് ഇടങ്ങേറായിട്ട് ദുനിയാവിന്റെ ഫിത്തിന കണ്ട്, ദുനിയാവിൽ നടക്കുന്ന ഓരോ സംഭവവികാസങ്ങളും കണ്ട് കണ്ണ് കലങ്ങി കൽബ് തകർന്നു പോയിട്ട് ആളുകൾ ഖബറാളികളെ നോക്കിയിട്ട് പറയും, യാ ലൈതനി മക്കാനഹു. ഞാൻ ഈ ഖബറിൽ കിടക്കുന്ന ഖബറാളിയായിരുന്നു എങ്കിൽ എത്ര കൊള്ളാമായിരുന്നു എന്നും മനുഷ്യര് വിളിച്ചു പറയും. അങ്ങനെ ഒരു കാലഘട്ടം വരും. അന്ന് ഭൂമിക്ക് മുകളിൽ ജീവിച്ചിരിക്കുന്ന മനുഷ്യരെ അവരാകട്ടെ ഖൈറും അലാ ലഹ്രിഹാ. അവർ ഹൃദയം കൊണ്ട് അവർ പറയും, ഞങ്ങള് മരിച്ച് ഖബറിലായിരുന്നെങ്കിൽ എത്ര കൊള്ളാമായിരുന്നു. അന്നത്തെ മനുഷ്യന്റെ പ്രത്യേകത ഭൂമിയുടെ മുകളിൽ ജീവിച്ചിരിക്കുന്നതിനേക്കാൾ നല്ലത് ഖബറിൽ ഇറങ്ങിക്കിടക്കലാണ്. അങ്ങനത്തെ ഒരു കാലഘട്ടം വരും. എന്താണ് ആ കാലഘട്ടത്തിലെ മനുഷ്യന്മാരുടെ സ്വഭാവം? ഇദാ കാന ഉമറാഉക്കും ശിറാറുക്കും, നിങ്ങളുടെ കൈകാര്യകർത്താക്കളായ ആളുകള്,
നിങ്ങളുടെ നാട്ടിലുള്ള മഹല്ലിന്റെ കൈകാര്യകർത്താക്കളായ ആളുകള്, ഭരണാധികാരികളായ ആളുകള് ആ നാട്ടിലെ ഏറ്റവും മോശപ്പെട്ട മനുഷ്യരായി മാറുന്നൊരു കാലഘട്ടം നിങ്ങൾക്ക് വരും എന്ന് ആദരവായ നബി മുഹമ്മദ് മുസ്തഫ. പള്ളി കമ്മിറ്റിക്കാര്, ഞാനിന്ന് പറഞ്ഞില്ലേ മുജീബ് സാഹിബിന്റെ വീട്ടിൽ പോയപ്പം അദ്ദേഹം അറിവ് കുറഞ്ഞ മനുഷ്യരായിരിക്കാം, പക്ഷെ വാപ്പയോടും ഉമ്മയോടും കാണിക്കുന്ന ആദമും സ്നേഹവും ഒക്കെ കാണുമ്പോൾ എന്റെ അഭിപ്രായത്തിൽ ഇപ്പൊ ഈ തീരദേശം നാടായ ഈ പെരുമാതുറയിൽ ഈ 10 മണിക്കും ഇത്രയും അധികം ആളുകൾ ഇവിടെ ഇരിക്കുന്നുണ്ട് എങ്കിൽ ഈ നാട്ടുകാരുടെ മഹത്വം അതിനി എല്ലാ പ്രഭാഷണങ്ങളിലും എടുത്തു പറയാതിരിക്കാൻ കഴിയില്ല. അള്ളാഹു നിങ്ങൾക്കൊക്കെ ആഫിയത്തും ആരോഗ്യവും ദീർഘായുസ്സും നൽകുമാറാകട്ടെ. റസൂൽ പറഞ്ഞു, ഉമറാഉക്കും ശിറാറുക്കും, നിങ്ങളിലെ കൈകാര്യകർത്താക്കളായ ഭരണാധികാരി